Let's start. All the best. എനിക്ക് സാറിന്റെ ഒരു ഇത് വരുമ്പോഴാണ് സാറിങ്ങനെ സാറിന്റെ ആ ഒരു എനർജി കാണുമ്പോഴാണ് അയ്യോ ഈ എനർജിയുടെ ഒപ്പം പിടിച്ചെടുക്കാൻ പറ്റും. എനർജി കുറയ്ക്കാം. അല്ല കുഴപ്പമില്ല, നമുക്ക് ഈ വൈപ്പിൽ തന്നെ പോയാൽ. ഹായ് എവറി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടെയിൽസ് എന്ന സിനിമയുടെ ഡയറക്ടറും അതേപോലെ അതിലൂടെ നമ്മുടെ മുമ്പിൽ എത്താൻ പോകുന്ന കുറച്ച് കാസ്റ്റാണ് അല്ലേ. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അത് മുഖത്തുനിന്ന് നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഹാപ്പിയാണെന്ന്. കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോ ഹാപ്പി അല്ലേ? ടെൻഷൻ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റില്ല. പുതുവർഷം ആകാറായി, അതിനനുസരിച്ചൊരു പുതിയൊരു വലിയൊരു വിശേഷമായിട്ട് വന്നേക്കാണ്. ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ. ഫെസ്റ്റിവൽ സീസണിൽ ഒരു സിനിമ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ 2025 വർഷത്തിലെ ആദ്യത്തെ സിനിമ. ഓ, അതൊന്നും വലിയൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു, പുതുവർഷം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു ഫസ്റ്റ് നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലേ. ദൈവം അനുഗ്രഹിച്ച അങ്ങനെ അല്ല, അങ്ങനെ നമ്മൾ ബി പോസിറ്റീവ്. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിനൊക്കെ January 3rd അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിനിമയെ പറ്റി ഞാൻ സംസാരിച്ചു തുടങ്ങാം. മലബാർ ടെയിൽസ് എന്ന സിനിമയെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാമോ? അത് ഡയറക്ടറാണ് അതിനെ കുറിച്ച് പറയാൻ യോഗ്യനായിട്ടുള്ള ആൾ. ഇത് ഒരു ആന്തോളജിയാണ്. 5 പടം, 5 പടം, 5 ട്രീറ്റ്മെന്റ്, 5 സാധാരണ വീടിന്റെ കഥ. ഓക്കെ, ഓരോരോ വീട്ടിന്റെ കോൺഫ്ലിക്ട്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ പറയുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ്. ആൻഡ് ആൾക്കാരെ, ജനങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട്സ്. അതാണ് മെയിൻ ട്രെൻഡ്. ശരിയാണ്. നമ്മളൊരു മൂവി ഇറക്കുമ്പോൾ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റി അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ 5 കഥകളാണെങ്കിലും 5 സിനിമകളായിട്ട് ഒരു ബന്ധമില്ലാത്ത കഥകളാണ്. 5 വീടാണ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും നമ്മുടെ ഈ മൂവിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാവോ? ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത് ശതാഭിഷേകം എന്നുള്ള മൂവിയാണ്. അതിലെ 2 ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓ, ഡബിൾ റോളാണ്. അങ്ങനെ ഒരു കാര്യം കണ്ടില്ലേ? ഒരു അച്ഛനും മകനും. ഒരു 84 വയസ്സായ അച്ഛൻ, 42 വയസ്സായ മകൻ. അതെ, ഡബിൾ ഏജും ഡബിൾ ആണ്. ഓ, അതിനനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരില്ല. അപ്പൊ നല്ല രീതിക്ക് ആ പാട്ടൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് നമ്മുടെ മേക്കപ്പ് മാനെ കൂടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന റഷീദ് അഹമ്മദ് ആണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അദ്ദേഹം. നല്ലൊരു പണിയാണ് ചെയ്തിരിക്കുന്നത്. ഫാബുലസ് ജോബ് വിത്തിൻ എ ഷോർട്ട് ടൈം. കാരണം നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 4-5 തവണ ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏജ്ഡ് ഗെറ്റപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂറിലധികം വേണ്ടി വന്നിരുന്നു. ഓ, മേക്കപ്പ് പുള്ളി മാത്രമല്ല, നമുക്ക് ഡ്യൂപ്പും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം കരിയറിന്റെ തുടക്കകാലത്ത് നമുക്കൊരു ഡബിൾ റോൾ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വേറൊരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറുമായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നപ്പോൾ അതിനകത്ത് ഒരു ഡബിൾ റോളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കാര്യങ്ങൾ ശരിയായി വരാനും പിന്നെ ഒരു അക്സെപ്റ്റൻസ് വേണമല്ലോ ഓഡിയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേജിലേ നമുക്കത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ടേക്സ് ടൈം. അപ്പോൾ അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു ലോട്ടറി വന്നത്. അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു അങ്ങനൊരു ഓഫർ വന്നപ്പോൾ. പിന്നെ അത് ചെയ്തപ്പോഴും നമുക്ക് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയി, ത്രില്ലിങ് ജേണി ആയിരുന്നു അത്. പിന്നെ അത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എന്നെ തന്നെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. കാരണം നമ്മളെ വേറൊരു രീതിയിൽ കാണുമല്ലേ. ഒരു 40 വർഷം അല്ല, നല്ല ടെക്നിക്കൽ സൈഡാണ് ഈ സിനിമക്കുള്ളത്. ഒരു 40 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു രൂപം അതെ അതെ ഇപ്പൊ തന്നെ കണ്ടു. ബാനക സാറിന് ഫിൽറ്റർ ഇട്ട് നോക്കുക. അല്ല, ഭാഗ്യത്തിന് അത് മോശമായ ഗെറ്റപ്പ് അല്ലായിരുന്നു കേട്ടോ. നല്ല ആദ്യത്വമുള്ള ഒരു കാരണവരാണ്. അതുകൊണ്ട് താങ്ക്സ്. ഒരു ദരിദ്രവാസി ആക്കിയില്ല വയസ്സാവുമ്പോ. അല്ല, ഇതിന്റെ ക്യാമറ സൈഡ് ആയാലും ഒക്കെ നല്ല. ഇപ്പം അഷ്റഫ് പാലാഴിയാണ് നമ്മളെ പടം ബംഗ്ലാവ് എന്ന് പറയുന്ന പടം ക്യാമറ ചെയ്ത്. അനിലിന്റെ പടം അപ്പുവാണ്. ഒരു ഗെറ്റപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിരുന്നു. പിന്നെ ഇനിയെല്ലാം പറയേണ്ടത് ഓഡിയൻസ് ആണ്. അവർ കണ്ടിട്ട് അവർക്ക് എന്തുമാത്രം അത് കൺവിൻസിങ് ആണ്. പെർഫോമൻസിൽ എന്തുമാത്രം ലിമിറ്റഡ് ബഡ്ജറ്റാണ്, വലിയ ബഡ്ജറ്റ് അല്ല. ആ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ
നമ്മളത് ഓവർകം ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഓക്കെ, മാക്സിമം ബാക്കി ഓഡിയൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. പ്രദീപ് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ ബംഗ്ലാവ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം അതൊരു എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോമഡി കഥാപാത്രമാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ കൂടെ, കുറച്ച് ഇമോഷൻ സൈഡ് കൂടെ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷം. കാരണം നമ്മൾ പതിവ് കോമഡികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ് ഇതിലെ പേരില്ലാത്തൊരു കഥാപാത്രം. അതൊരു മെയിൻ കാര്യമാണ്, പേരില്ലാതെന്ന് പറയുമ്പോ. ലാസ്റ്റ് വരെ പേരില്ലാതെ ഒന്ന് പേരെടുക്കാൻ പോകുന്ന ആളാണ്. അങ്ങനെ ആവട്ടെ. ഇപ്പൊ പൊതുവെ പ്രദീപ് ചേട്ടൻ എപ്പോഴും കോമഡി കഥാപാത്രങ്ങൾ നല്ല ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ പറയണ്ട. അപ്പൊ സീരിയസ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? സീരിയസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കോമഡി അല്ലാത്തൊരു സാധനം പ്രേക്ഷകന് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചാണ്. അപ്പം അങ്ങനൊരു സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സാറ് വിളിച്ചത്. അപ്പോൾ കഥ മൊത്തം ഞാൻ ഇരുന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ സാറോട് പറഞ്ഞു, സാർ നമുക്കിത് മൂവ് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല, ഫുൾ സാറ്റിസ്ഫൈഡ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ DOP സൈഡ് ആയാലും ഒക്കെ നമുക്ക് അറിയുന്ന ആളുകളാണ്. അപ്പം നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റി. ഐ മീൻ നമ്മൾ ഷൂട്ട് ചെയ്ത ടോട്ടൽ പീരീഡ് ഉണ്ടല്ലോ, എല്ലാവരും എൻജോയ് ചെയ്തു. എവറിബഡി എൻജോയ്. ഇൻഫാക്ട് ഷൂട്ട് പാക്കപ്പ് ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം മെസ്സേജസ് ആണ്, അയ്യോ നല്ല സമയം പോയി. പക്ഷെ എന്നാലും ഇപ്പൊ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻജോയ് ഉണ്ടെങ്കിൽ ഇത് ഒറ്റൊരു കഥയില്ലല്ലോ, 5 ഡിഫറെന്റ് കഥകളാണല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ടോ? അല്ല, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഞാൻ പ്രതിഭനെ എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. നമ്മുടെ സിനിമയ്ക്ക് ഇത് ശിവരാജ് ചെയ്തത് വേറെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ശിവരാജ് ഇവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ്, എല്ലാം സെപ്പറേറ്റ് 5 സബ്ജക്ട്സ് ആണ്, സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തതാണ്, ഒരേ സമയത്തല്ല. അതെ, അപ്പൊ അങ്ങനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്യാമറമാനും ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു കാര്യം കൂടെയല്ലേ. ശരി, നമ്മള് പൊതുവെ ഇപ്പൊ നമ്മുടെ മനോരഥങ്ങളിൽ ആന്തോളജി ആണെങ്കിലും 5 ഡയറക്ടർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഇതും പക്ഷെ ഒരു പ്രത്യേക ഒറ്റ ഡയറക്ടറിന് 5 കഥകൾ ചെയ്തു. അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഡയറക്ടറിന് വെക്കാൻ പൈസ പക്ഷെ ആ പൈസയുടെ കാര്യം മാത്രല്ല, നിങ്ങളുടെ ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയൊരു ഇതൊരു ഫാമിലിയുടെ അതാണ് ആ ഒരു കൂട്ടായ്മ. ഈ 5 സിനിമകൾ എഡിറ്റ് ചെയ്തത് സാറിന്റെ മകളാണ് അനുപ്രിയ. പിന്നെ അതിന്റെ വൈഫാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. കംപ്ലീറ്റ് കാര്യങ്ങൾ, ഫുഡും ഇവർക്കെല്ലാം ചായ തെർമസ് ലാഭം കിട്ടിയാൽ ആർക്കും കൊടുക്കണ്ട. പിന്നെ വേറൊന്ന് എന്താ പറയുക, ബേസിക്കലി ഞാൻ തന്നെ എഴുതിയ കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, ഐ ക്യാൻ ട്രീറ്റ് ദ ക്യാരക്ടർ പ്രോപ്പർലി. അപ്പൊ അതിന് ഞാൻ വേറൊരു ഡയറക്ടറിനെ വിളിച്ചിട്ട് ഓക്കെ ഇത് നിങ്ങൾ ഡയറക്ടർ പറയുമ്പോൾ അതൊക്കെ ഒരു എക്സിക്യൂഷന് ടൈം ഒരുപാട് എടുക്കും, ടൈം കുറെ പോകും. മാത്രല്ല ഇപ്പൊ ചിലപ്പോൾ ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ആ ലെവലിലേക്ക് എത്തിപ്പോയ സമയത്ത് നമ്മളിത് ചെയ്യണം, തീർക്കണം. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് നമ്മൾ തീരെ പ്ലാൻ ചെയ്യും. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളെ കിട്ടില്ല. പിന്നെ വലിയ പരിപാടികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു തുടക്കമാണ് അത്. ഇനി വലിയ പരിപാടികൾ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ അല്ലെ പ്രതിഭേട്ട, അപ്പൊ നമുക്ക് ഡേറ്റ് ഉണ്ടാവോ? അങ്ങനെ ആവട്ടെ. പോസിറ്റീവ് തിങ്കിങ്. അല്ല, ബട്ട് ഐ ടോൾഡ് ദം ഫ്രം ദി ബിഗിനിങ് ഇറ്റ്സെൽഫ്. വെച്ചിട്ട് അവർക്കറിയാം, രണ്ടുപേർക്കും അറിയാം, ശിവരാജാണോ ഇവർ എല്ലാവർക്കും അറിയാം നമ്മളിത് തീർക്കാൻ നോക്കുക നന്നായിട്ട്. ടെക്നിക്കൽ സൈഡിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാനതല്ല പറഞ്ഞേ, ഇത് തുടക്കമാണ്, ഇനി അടുത്തത് വലിയ പ്രൊജക്ടുകളായിരിക്കും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു. അല്ല, സാറെ സംബന്ധിച്ചിടത്തോളം സാർ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈവൻ വിക്രം ഒരു തുടക്കകാലം സിനിമയിലെ ഫസ്റ്റ് പടം മലയാളത്തിലെ രജപുത്രനായിരുന്നു, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എവരിവൺ ഹാസ് എ ടൈം എന്ന് പറയല്ലോ. അപ്പൊ നമ്മുടെ സമീപമായിരിക്കും ചില. അല്ല, ആ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അന്ന് വിക്രത്തിനെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഞങ്ങളെ പരിചയപ്പെട്ടാലേ നടക്കുള്ളൂ. ശരി, സമയമുണ്ടല്ലോ, അതിൻ്റെതായ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ ഇപ്പൊ ആൻഡ്രൂ സാറാണെങ്കിലും 2 ക്യാരക്ടർ ചെയ്തു ഒറ്റ മൂവിയിൽ തന്നെ. അപ്പൊ നമ്മള് പൊതുവെ പറയാറുണ്ട് ഇപ്പൊ പല ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയും. പക്ഷെ ഈ 2 വ്യത്യാസമായ 2 തലത്തിൽ ചിന്തിക്കുന്ന 2 ജനറേഷൻ ക്യാരക്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്?
ഞാൻ അങ്ങനെ ഒരു കോൺഷ്യസ് തോട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്കിങ്ങനെ ഈ കഥാപാത്രത്തെക്കുറിച്ചോ ഈ കഥയെക്കുറിച്ചോ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു ചലഞ്ച്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് മാധവൻ എന്നുള്ള കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ ഞാൻ മാധവനാവുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റേ കേശുവിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കേശുവാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഡിസ്കഷനിൽ ഇറ്റ് വാസ് വെരി ക്ലിയർ. ബിക്കോസ് എൻ്റെ മനസ്സിലും ക്ലിയർ ആയിരുന്നു എന്താണ്. ബിക്കോസ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീൻ ഈ അച്ഛനും മോനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ ലെങ്തി സീൻ, അതും നൈറ്റ്ലി. അപ്പൊ ആ സമയത്ത് ഈ രണ്ടുപേരും അടുത്തടുത്താണ്. അപ്പൊ അതിൽ ഡ്യൂപ്പ് ഉണ്ട്. അതെങ്ങനെയാ ചെയ്യേണ്ടത്, അത് ക്യാരക്ടർ, ആ ക്യാരക്ടറൈസേഷൻ ക്ലാരിറ്റി ഇല്ല കൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സോങ് വരുന്നുണ്ട് അല്ലേ? സോങ് ഉണ്ട് അതിൽ. സോങ് അതെനിക്ക് തോന്നുന്നു ഒരു ആക്ടർ, ഇപ്പോൾ ഞാനല്ല വേറെ ആക്ടർ ആണെങ്കിലും രണ്ട് സമയത്ത് രണ്ട് കഥാപാത്രം ചെയ്യേണ്ടി വരാറുണ്ടല്ലോ ഒരു സിനിമയിൽ. ഇതിപ്പോൾ രണ്ടും ഒരെണ്ണത്തിൽ ചെയ്യുമ്പോഴാണല്ലോ ഈ ചോദ്യത്തിന് പ്രസക്തി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാനൊരു സിനിമയിൽ 42 വയസ്സുകാരനെ അവതരിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സിനിമയിൽ എനിക്ക് 84 വയസ്സിന്റെ ക്യാരക്ടർ കിട്ടാം. ഇത് കമ്പൈൻഡ് ആയിട്ട് വന്നു. ഞാനത് ചോദിച്ചത്, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അത് തീർച്ചയായിട്ടും We have to mentally prepare, അല്ലേ? കാരണം എനിക്ക് തോന്നുന്ന ആ ഒരു ട്രാൻസിഷൻ്റെ ഒരു ചാലഞ്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് ഇവിടെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഒരു ചാലഞ്ച് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൊഡക്ഷൻ ഒരു ബഡ്ഡിങ് സ്റ്റേജിലുള്ള പ്രൊഡക്ഷനാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിന്നിട്ട് വേറൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സാധനം ചെയ്യാം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല നമുക്ക്. അവിടെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചാലഞ്ചാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. കാരണം നമുക്ക് മേ ബി ഒരു 2 days ടൈമിനകത്ത് ഒരു ക്യാരക്ടറിൻ്റെ ഗെറ്റപ്പ് മാറ്റിയിട്ട്, അതായത് 84 ഇയേഴ്സിൻ്റെ ക്യാരക്ടറിൻ്റെ ഗെറ്റപ്പ് മാറ്റുന്നു 2 മണിക്കൂർ കൊണ്ട്. പെട്ടെന്ന് നമ്മൾ കേശുവിൻ്റെ സീൻ എടുക്കുന്നു. ആ കേശുവിൻ്റെ സീൻ കഴിഞ്ഞാൽ മറ്റേ ആക്ടേഴ്സിന്റെ സീൻ എടുക്കാൻ വേണ്ടിയുള്ള സമയത്തിനിടയിൽ ഞാൻ മാധവന്റെ ഗെറ്റപ്പിലേക്ക് മാറുന്നു. അപ്പൊ ഡ്യൂപ്പിന് പിന്നെ അഭിനയിക്കണ്ട, ഫിസിക്കൽ നിന്നാ മതി. അപ്പോ ആ ഒരു ട്രാൻസിഷൻ ഗെറ്റപ്പിൽ മാത്രമല്ല ഇമോഷൻസിലുണ്ട്. അത് ചാലഞ്ചിങ് ആയിരുന്നു. രണ്ട് സൗണ്ടും എല്ലാം, സൗണ്ട്, ആ എക്സ്പ്രഷൻ ഓഫ് വോയിസ് ഡിഫറെന്റ് ആണല്ലോ. ഒരു 84 വയസ്സുകാരന്റെ വോയിസിന്റെ എക്സ്പ്രഷൻ ആണല്ലോ ഒരു 42 ഇയേഴ്സ്. അപ്പൊ അതിന്റെ ഒരു എനർജി ലെവൽ വ്യത്യാസം ഉണ്ടാവാം, ടോണും ട്യൂണും വ്യത്യാസം ഉണ്ടാവാം, പിന്നെ ന്യൂവാൻസസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മൂളൽ ഞരങ്ങലൊക്കെ 84 വയസ്സുകാരൻ ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബ്രീത്തിങ് ആയിരിക്കില്ല 42 ഇയേഴ്സിന്റെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് ഓഡിയൻസ് സിനിമ കണ്ടിട്ട് പറയണം. എനിവേ, എനിക്കൊരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇതൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കാണുമ്പോൾ ഒരുപക്ഷെ പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, മറ്റു ഡയറക്ടേഴ്സും എഴുത്തുകാരും ഒക്കെ ഈ കഥാപാത്രം കാണുമ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ കഥാപാത്രങ്ങൾ കൊടുക്കാമെന്ന് തോന്നിയാൽ അതൊരു വിജയമാവുന്നു വിചാരിക്കും. അതിനുവേണ്ടിയാണ് പ്രദീപിന്റെ കേസിൽ പ്രദീപിന്റെ ആ ഇമോഷൻ ലാസ്റ്റ് കാണുന്നത്. അപ്പം പ്രോബബ്ലി വേറെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സ് അതൊരു തോട്ട് വരും, അത് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളിതിൽ നോക്കുന്ന എല്ലാവർക്കും, എല്ലാ സിനിമകളിലും അഭിനയിക്കുന്ന എല്ലാ നടന്മാരുടെയും ആഗ്രഹം അത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് അതെ, ചിലപ്പോൾ നമ്മൾ ഒരു സിനിമയിൽ മുഴുനീളം ചെയ്തില്ലെങ്കിലും ചെയ്യുന്ന ഒരു സീനിലെ ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കാം ചിലപ്പം വേറൊരാൾക്ക് സ്പാർക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ഇയാളെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യിക്കാലോ. അത് സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിംഗ് ആണ്. അത് പ്രതിവേട്ടം പറഞ്ഞ വളരെ കറക്റ്റ് ആയിരുന്നു. ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ രുദ്രം എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, രാജേഷ്. അപ്പൊ എന്നെ 15 വർഷമായിട്ട് എന്നെ അറിയുന്ന, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അദ്ദേഹം എൻ്റെ ഇതുവരെയുള്ള ഒരു സിനിമയും കണ്ടിട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം രുദ്രം കണ്ടിട്ട് വിളിച്ച് ഒരു സീനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വളരെ നന്നായിട്ടുണ്ടായിരുന്നില്ലേ, കീപ് ഗോയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിവേട്ടം പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഒരു ഷോട്ട് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളെ ഇങ്ങനെയും കാണുന്നത് അവര്. ശരിയാ, ഒരു ചെറിയ സംഭവം മതി നമ്മുടെ ലൈഫ് മാറ്റി മറിക്കാന്ന് പറയുന്നത് സത്യമല്ലേ. ചിരഞ്ജീവി പണ്ട് രജനീകാന്തിന്റെ ഒരു സിനിമയിൽ ഒരു ഷോട്ടിലെ കണ്ടു വന്ന ആളാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാർ അങ്ങനെ നമ്മുടെ മലയാള സിനിമയില്, അയ്യോ നമ്മുടെ ഹരിശ്രീ ചേട്ടനല്ലേ അങ്ങനെയല്ലേ വന്നത്, ഒരു ചെറിയ സീൻ ചെയ്തത്. ഈ പടം ചെയ്ത രണ്ടുപേരും ഈ 2 പടം ചെയ്തത്, ഇതിൽ ഇവർക്കൊരു കയറ്റം വന്നാൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അതിനൊരു വലിയൊരു അംഗീകാരമല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ ദ മലബാർ ടേൽസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം? അങ്ങനെ നമ്മൾ ടൈറ്റിൽ ആദ്യം പ്ലാൻ ചെയ്തില്ല. ശരിക്കും ഞങ്ങൾ പടം ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒരു എൻതോളജി ആയി. അപ്പൊ പിന്നെ ഒരു ടൈറ്റിൽ കൊടുക്കണം. നോക്കുമ്പം ഇറ്റ്സ് ഓൾ ബേസിക്കലി കണക്റ്റഡ് ടു മലബാർ ഓൺലി. അപ്പൊ നമുക്കൊരു പേര് വേണം പറഞ്ഞപ്പോൾ ഈ മലബാർ ടേൽസ് പേര് ഇതിൽ വന്ന സമയത്ത് വി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ക്യാൻ കണക്ട് ടു ദ പീപ്പിൾ.
അങ്ങനെ പിന്നെ ആ പേര് വെച്ചത്. വേറെ അതിലൊരു വേറെ പ്രോസസ് പക്ഷെ ഇതൊരു മലബാറിന്റെ സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ ചോദിക്കാൻ അതല്ല വന്നത്. അങ്ങനെ ആ ഒരു പറയാൻ പറ്റില്ല. കഥ അല്ലെ ടൈറ്റിൽ കണ്ടതിന് നമുക്ക് ആ ഏരിയയിൽ പെട്ട സിനിമയാണോ എന്ന് ഒരിക്കലും പക്ഷേ അല്ല. ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് മലബാരം മീൻസ് ഹോൾ കേരളയാണ്. ഉം. ഇറ്റ് ലേറ്റർ ഓൺ ബിക്കം നോർത്ത് കേരള. Yes, right. അങ്ങനെയാണ്. സോ മലബാർ ടേൽസ് ഇസ് നോട്ട് ഓഫ് നോർത്ത് കേരള, ഇറ്റ് ഈസ് ഓഫ് ടോട്ടൽ കേരള. അതെ അതെ അതെ. ഇപ്പൊ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. അപ്പോ ഈ കേരളത്തിൽ തന്നെ നമ്മുടെ പല 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 റിലീജിയൻ, പൊളിറ്റിക്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളും ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ മൂവിയിലൂടെ തുറന്ന് അങ്ങനെ സംസാരിക്കണം. നമ്മൾ ഡീപ്പായിട്ട് അങ്ങനെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. വി ഹാവ് ട്രൈ ടു ഓൺലി ബ്രിങ് ഔട്ട് ദ റിയൽ തിങ്സ്. വേറെ ഒന്നുമില്ല അല്ലെ. ഞാനൊരു ചെറിയ സാധനം റിവീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ഇപ്പോ ഈ ഇന്ത്യയിലൊരു കണക്കെടുക്കുകയാണെങ്കിൽ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ എത്ര ഉണ്ട് സാർ? എത്ര അതിന്റെ ഒരു ഇന്ത്യയിലല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഐ തിങ്ക് ഒരു 11 lakhs ആണ് ഞാൻ കേട്ടത് ലാസ്റ്റ്. അത്രയും വീടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന വീടുകൾ ആൾ താമസം ഇല്ലാതെ ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അതേ സ്ഥാനത്ത് ഒരു നേരം കിടന്നുറങ്ങാൻ വീടില്ലാത്ത എത്രയോ ആളുകൾ. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടെയാണ്. ശരിക്കും അത് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. അതെ അതെ. അതുപോലെ ബ്രേക്കപ്പ് ഒരു സബ്ജക്ട് ശിവരാജ് ചെയ്തത്, ശിവരാജും മനുപ്രിയ. ബ്രേക്കപ്പ് മീൻസ് വാട്ട്? ബ്രേക്കപ്പ് മീൻസ് ബ്രേക്കപ്പ്, ഒരു ലവ് അഫെയറിന്റെ ബ്രേക്കപ്പ്. ബട്ട് ദിസ് ഈസ് ദ ആഫ്റ്റർ മാത്ത് ഓഫ് ബ്രേക്കപ്പ്. ആഫ്റ്റർ ഓഫ് മാത്ത് ഓഫ് ബ്രേക്കപ്പ് ഫ്രം സിസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവ്. ആ പെർസ്പെക്റ്റീവ് മാറുന്നത് ആൻഡ് ഇറ്റ്സ് ബേസിക്കലി ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. നമ്മൾ പറയല്ലോ എനിക്ക് ഇല്ലെങ്കിൽ വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതെ അതെ. അപ്പൊ ശരിക്കും നേരത്തെ പറഞ്ഞ കറക്റ്റാ. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ January 3rd റിലീസിന് ഒരുങ്ങി നിൽക്കുവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ ഇതൊരു ചെറിയ സിനിമയാണ്. ഇതിന് എന്താ പറയാ, ഒരു വലിയ സിനിമയായിട്ടൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും അതൊരു മോശമാവില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ ചേരുവകളും ചേർന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമ, ഇങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിക്കണം. കാര്യം എന്നാലേ ഇതുപോലുള്ള സിനിമകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല സപ്പോർട്ട് വരിക. ആസ് എ ഡയറക്ടർ ഐ വിൽ സേ ഇത് മോശമായിട്ട് ആർക്കും നോ വൺ വിൽ ഫീൽ ഇത് സിനിമ ശരിയായിട്ടില്ല. എല്ലാവർക്കും നല്ല തന്നെ ഫീൽ ചെയ്യും, മോശമായിട്ടില്ല. ആസ് എ പ്രൊഡ്യൂസർ ഐ വിൽ സേ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. അല്ലേ എന്താ ആദ്യം തന്നെ പറഞ്ഞ എല്ലാവരും സിനിമ കാണുന്നില്ലേ? അതെ അല്ലേ, നമ്മളിതൊരു ഹമ്പിൾ എക്സ്പെരിമെന്റൽ അറ്റംപ്റ്റ് ആണ്. കാരണം വലിയൊരു പ്രൊഡക്ഷൻ ബാക്കപ്പോ വലിയ പ്രൊഡക്ഷൻ ഹൗസസോ അല്ലെങ്കിൽ വലിയ സ്റ്റാറുകളോ എന്നുള്ള സിനിമയല്ല. ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി വന്ന ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മകള്, അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊരു ആന്തോളജി എന്നുള്ള രീതിയിൽ, ആന്തോളജിയുടെ ഒരു സാധ്യത ഒരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കണ്ടന്റേ പറയാൻ പറ്റുമായിരിക്കുള്ളൂ. അപ്പോൾ ഒരു 5 ഡിഫറെൻറ്റ് കണ്ടന്റുകൾ പറയാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഏത് പ്രേക്ഷകനെയും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടാകുമായിരിക്കാം. അപ്പം അതാണ്. അപ്പം നമ്മൾ ഈ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അതിനകത്ത്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഫിലിം മേക്കിംഗ് ബിക്കം വെരി ഈസി നൗ ഡേയ്സ്. ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് വന്നതിന് ശേഷം സിനിമയോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള, പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും സിനിമ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്ന ആളുകൾക്ക് എനിവേ നമ്മൾ എങ്ങനെയൊക്കെ സിനിമ ചെയ്താലും, എത്ര മഹത്തായ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് ഫിലിമിലേക്കാക്കി മാറ്റണമെങ്കിൽ, സിനിമയാക്കി മാറ്റണമെങ്കിൽ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറെ ഒരാളല്ല അതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയല്ല. അപ്പം ഞാനത് എടുത്തു പറയാൻ കാരണം പല ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട് ഇവിടെ. അവർക്ക് ഒരു സിനിമ നഷ്ടപ്പെട്ടാൽ അവർക്ക് ചിലപ്പോൾ മറ്റു ബിസിനസ്സിൽ നിന്ന് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറേ നാളത്തെ സമ്പാദ്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സിനിമ ചെയ്തതാണ്. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വാൻ വിജയകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനി പുതിയ പുതിയ സിനിമകളായിട്ട് ഞങ്ങൾ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. So we will meet again. Yes, അതെ. Thank you so much.